എന്നെ നിരന്തരമായി വഴി നടത്തിടുമേ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിടുമേ. അവർ എന്നെ ശാസിക്കും, അവർ എന്നെ ശിക്ഷിക്കും, തന്നോട് കീഴിൽ എന്നെ നിത്യം നടത്തുവാൻ. അവർ എന്നെ ശാസിക്കും, അവർ എന്നെ ശിക്ഷിക്കും, തന്നോട് കീഴിൽ എന്നെ നിത്യം നടത്തുവാൻ. ഉൽപ്പത്തി 32:23 വാക്യം ഇങ്ങനെ പറയുന്നത്, അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിൻ അക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകാൻ വേണ്ടിയ സാഹചര്യങ്ങൾ വരും. അവിടെയൊക്കെ നാം ചെയ്യേണ്ടത്, ഒറ്റപ്പെട്ട ഈ അവസ്ഥയിൽ നാം ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. അവിടെയാണ് നാം ദൈവത്തെ അന്വേഷിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ, എന്നെ വിടുവിക്കാൻ ആരുമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും മനുഷ്യരെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം ഒരു വ്യക്തിയെ അനുവദിക്കാതെ ആ വ്യക്തി നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഇത് നല്ലോണം ഓർത്തോളാം. ജീവിത സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് മനുഷ്യരാണ്. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നാം ആശ്രയിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള അവസ്ഥയിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടെ ദൈവത്തിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ യാക്കോബ് എന്തുകൊണ്ട് തനക്കുള്ളതൊക്കെയും തന്റെ ഭാര്യമാർ അല്ലെങ്കിൽ തന്റെ ജോലിക്കാർ ഇവരെല്ലാം അക്കരെ കടത്തിയ ശേഷം അവൻ തനിയെ ശേഷിച്ചതിന് ദൈവത്തിന്റെ വചനം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. നീ വായിക്കണമെങ്കിൽ നമ്മൾ അല്പം മുൻപോട്ട് പോയാലേ ഇതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് വായിച്ചോ, 32:1 മുതൽ വായിക്കാം. നിർത്തി വായിക്കണം. ഈ 32:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് അല്പം മുൻപോട്ട് പോകുമ്പോൾ 31 അധ്യായത്തിൽ യാക്കോബിന്റെ അമ്മായപ്പൻ ഇത് ചെയ്ത് ഇവൻ അവരെടുത്ത് പറയാതെ തന്റെ ഭാര്യമാരെയും തന്റെ സ്വത്തുക്കളും എടുത്ത് വന്നു. അങ്ങനെ യാക്കോബ് തന്റെ കുടുംബത്തോട് അവൻ യാത്ര ചെയ്ത് പോയി എന്ന് അമ്മായപ്പൻ അറിഞ്ഞപ്പോൾ അവനെ എതിരേൽക്കുവാൻ അവന്റെ അമ്മായപ്പൻ വന്നു. അവൻ ഏകദേശം 20 സംവത്സരം തന്റെ അമ്മായപ്പന്റെ ഭവനത്തിൽ ആയിരുന്നു. അമ്മായപ്പന്റെ ഒരു വാക്കും പറയാതെ അവൻ യാത്ര ചെയ്ത് വന്നപ്പോൾ അവനെ ദോഷം ചെയ്യണമെന്നാണ് അമ്മായപ്പൻ വന്നത്. പക്ഷെ ദൈവം അതെ അനുവദിച്ചില്ല. എന്നാൽ അമ്മായപ്പൻ പറഞ്ഞത്, ഞാൻ നിന്നോട് ദോഷമോ ഗുണമോ ഒന്നും ചെയ്യരുതെന്ന് നിന്റെ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിത് ചെയ്ത് അവിടെ വെച്ച് ഒരു ഉടമ്പടി അവർ ചെയ്ത ശേഷം അമ്മായപ്പൻ മടങ്ങിപ്പോയി. ഇവൻ തന്റെ ദേശത്തോട്ട് അവൻ കടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ വചനം പറയുന്നത്. വചനം, യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടണം? എന്തുകൊണ്ട് അവനോട് കടന്നു വരണം? യാക്കോബ് ഏകദേശം 20 സംവത്സരം കഴിഞ്ഞിട്ട് താൻ വിട്ടുവന്ന ദേശം കാനാൻ ദേശത്തോട് അവൻ യാത്ര ചെയ്ത് മടങ്ങി വന്ന സമയമാണ്. അവന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഭയമുണ്ട്. താൻ എതിരേൽക്കാൻ പോകുന്നത് ആരെയാണ്? തന്റെ സ്വന്തം സഹോദരനെ കാണാൻ പോണ്. തന്റെ സ്വന്തം സഹോദരൻ തന്നെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ കൊല്ലുമോ എന്ന് പേടിയാണ്. എന്നാൽ സ്വന്തം സഹോദര സകല അനുഗ്രഹങ്ങൾ മേടിച്ചാണ് ഇദ്ദേഹം എന്ത് ചെയ്ത് ഈ നാട് വിട്ട് പോയത്. അവൻ വെറും ഒരു വടി കൊണ്ട് പോയവൻ മടങ്ങി വന്നപ്പോൾ 2 പരിവാരങ്ങളോട് വരുവാൻ ഇടയായി. ദൈവം അവന്റെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തു, യാക്കോബേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ ദേശത്തിലോട്ട് ഞാൻ നിന്നെ മടക്കി വരുത്തും. കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ മടങ്ങി വന്നത്. പക്ഷെ എങ്കിലും മാനസികമായുള്ള അവന്റെ ഭയം എന്താണ്? എന്റെ സഹോദരൻ എന്നെ കൊല്ലുമോ? പക്ഷേ ആ സമയത്താണ് ദൂതന്മാർ എതിരേറ്റു. പക്ഷെ വചനം പറയുന്ന യാക്കോബ് അവർ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ട്. നമുക്ക് തുറന്ന് വായിക്കാം. അപ്പോൾ തന്റെ ജോലിക്കാർ എന്ത് ചെയ്ത് തന്റെ സഹോദരന്റെ അടുക്കൽ അയച്ചിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ്, എന്താണ്, എന്റെ സഹോദരനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? 400 പേരോട് മടങ്ങി തന്റെ സഹോദരനെ കാണാൻ വരുന്നുണ്ടെന്ന് അവന്റെ വേലക്കാർ അവന്റെ അടുക്കൽ അറിയിച്ചപ്പോൾ
യാക്കോബ് എന്തായി? പേടിയായി. ഇനിയും പേടി കൂടി. ഒറ്റയ്ക്കല്ല വന്നത്. എത്ര പേർ കൂടെ? 400 പേർ കൂടെ വരുമെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് എന്തായി? ഇനിയും അവന്റെ ഭയം അധികമായി കൂടി. അപ്പോൾ 9-ാം വാക്യത്തിൽ വായിച്ചു. അപ്പോൾ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്താണ് പറയുന്നത്? എങ്ങനെ പ്രാർത്ഥിച്ചത്? എന്താണ് പ്രാർത്ഥന? യാക്കോബിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? തന്റെ സഹോദരൻ തന്നെ എതിരേൽക്കാൻ വന്നപ്പോൾ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ അടുക്കൽ. നമുക്ക് മുകളിലേക്ക് വിട്ടേക്കാം. ഏറ്റവും 11-ാം വാക്യത്തോട്ട് വരാം. അവൻ പറഞ്ഞത്, എന്റെ സഹോദരൻ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാന്റെ കയ്യിൽ നിന്ന് സഹോദരൻ ഏശാവിന്റെ കയ്യിൽ എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോട് കൂടെ തല്ലിയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവനെ കണ്ട് അവനെ ആശ്വസിപ്പിച്ചിട്ടോ മാനുഷികമായി എന്തുണ്ട്? ഭയമുണ്ട്. അതും കേട്ടത് എന്താണ്? നിന്റെ സഹോദരൻ 400 പേരോട് അവൻ നിന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ഭയം കൂടി. നേരത്തെ ഉണ്ടായ ഭയം എന്തായി? അധികമായി കൂടി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും അവരുടെ വചനം മുഖാന്തരം ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തില്ല? അതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാനുഷികമായി കണ്ണുകൊണ്ട് നാം സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഉള്ളിൽ ഭയമുണ്ട്, ഭയപ്പെടും. ദൈവം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടത്തില്ല, പക്ഷെ മനുഷ്യൻ പറഞ്ഞാൽ നാം ഭയപ്പെടും. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി നോക്ക്, നിങ്ങൾക്ക് ഒരു അസുഖം കാണത്തില്ല, പക്ഷെ ഡോക്ടർ അവരുടെ വായിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ചികിത്സ ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ തീർന്ന്. നിങ്ങൾ അത് വിശ്വസിക്കും. ഡോക്ടർ പറഞ്ഞ സമയം മുതൽക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതേക്കുറിച്ച് ചിന്തിച്ച് അതേക്കുറിച്ച് നിങ്ങൾ എന്ത് അയ്യോ ഡോക്ടർ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് കടസിയിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ ദിവസങ്ങളായി പോകും. എന്തുകൊണ്ട്? ഭയം. ഡോക്ടറാണ്, നിനക്ക് എന്തോ ഒന്നും പറഞ്ഞ ആരാണ്? ഡോക്ടറാണ്. ഞാൻ പറയട്ടെ, എത്ര ഡോക്ടർ പറഞ്ഞാലും നമ്മുടെ തകർപ്പൻ അവൻ സ്വർഗീയ ഡോക്ടറാണ്. ഡോക്ടറിന് റിപ്പോർട്ട് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നീ വിശ്വസിക്കരുത്, മനുഷ്യന്റെ വാക്ക് നീ വിശ്വസിക്കരുത്. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ സത്യം തന്നെ ആയിരിക്കട്ടോ, നിങ്ങൾ അത് വിശ്വസിക്കരുത്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്, അവന്റെ രോഗങ്ങളെ വഹിച്ചിട്ടുണ്ട്. അവൻ സാക്ഷാൽ വചനം എന്റെ രോഗം അവൻ വഹിച്ച് അവന്റെ അടിപ്രണ സൗഖ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, അത് ഇതിനെ ഏറ്റു പറയണം. നിങ്ങൾ ഏറ്റു പറയുക, വിശ്വാസം ഏറ്റു പറയണം. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കും. ഡോക്ടർ റിപ്പോർട്ട് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, യാക്കോബ് എന്ത് ചെയ്ത്? ഭയപ്പെടുന്നു. എന്റെ സഹോദരൻ വന്ന് എനിക്കുള്ളതെല്ലാം, എന്റെ മക്കളെയും എന്റെ ഭാര്യമാരെയും എന്നെയും നശിപ്പിക്കുമെന്ന് ഞാൻ അധികമായി ഭയപ്പെടുന്നു. അവൻ പറഞ്ഞ്, ഞാൻ ഒരു വടിയോട് മാത്രം ഞാനിത് യോർദാൻ കടന്ന്, പക്ഷെ ഞാൻ ഇപ്പോൾ 2 കൂട്ടമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യാക്കോബ് എന്ത് ചെയ്തു? ദൈവത്തെ താൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാ? ഒരു ആവശ്യമില്ല. എന്നാൽ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് നൽകപ്പെട്ട വാഗ്ദാനം ഞാൻ നിന്നെ നിറയോളം ചുമക്കും, ഞാൻ വിടുവിക്കും എന്ന വാക്ക് പലപ്പോഴും എന്റെ പ്രാർത്ഥന ഞാൻ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ഓർമ്മപ്പെടുത്താനല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എന്റെ ജീവിതത്തിൽ അത് ഇനിയും സംഭവിക്കണം. ഇവിടെ വചനം എന്താണ് പറയുന്നത്? യാക്കോബ് പ്രാർത്ഥിച്ച്, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാതെ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തല്ലോ. ദൈവമേ, നീ എനിക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിന്റെ സന്തതി കടൽ മണൽ പോലെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാൻ കഴിയാത്തുള്ള സന്തതി നീ പെരുപ്പം കൊണ്ട് ആക്കുമെന്ന് എനിക്ക് അരുളി ചെയ്തല്ലോ, നീ എനിക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ സഹോദരൻ എന്നെ കൊല്ലാൻ വരാൻ പോണ്, നീ എന്നെ എന്ത് ചെയ്യണം? നീയാണ് എന്നെ സംരക്ഷിക്കണം. ഇത് ചെയ്ത് യാക്കോബ് കുറച്ച് സാധനങ്ങളൊക്കെ തന്റെ സഹോദരർക്ക് സമ്മാനം കൊടുക്കുവാൻ
വേലക്കാരൻ എന്ത് വെച്ച് അവൻ ഇരു കൂട്ടമായി പിരിച്ച് ഒരു കൂട്ട ജോലിക്കാർക്ക് പറഞ്ഞ് നീ എന്ത് ചെയ്യണം, നിന്റെ അടിയാൻ യാക്കോബിന്റെ വക ആകുന്നു, അതായത് എന്റെ സഹോദരൻ ഇത് ആരുടേത് ഏതാണെന്ന് അന്വേഷിച്ചാൽ നീ പറയണം ഇത് നിന്റെ അടിയാന്റെ യാക്കോബ് നിന്റെ അടിയാൻ യാക്കോബിന്റെ വക ആകുന്നു, ഇത് യജമാനായ യേശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം, ഇത് അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണമെന്ന് കൽപ്പിച്ചു. യാക്കോബ് പേടിച്ച് തന്നെ കൊല്ലുമെന്ന് വിചാരിച്ച് ഇപ്പോഴും ചെയ്ത് അവൻ പ്രാർത്ഥിച്ച ശേഷം അവനക്ക് ഒരു ഐഡിയ കിട്ടി, കുറച്ച് സമ്മാനമായിട്ട് എന്റെ സഹോദരങ്ങൾക്ക് അയക്കാം. ഇൻ കേസ് അവനത് വേണ്ടാന്ന് വിചാരിച്ചാൽ അത് നശിപ്പിക്കട്ടോ, അപ്പൊ മറ്റതുള്ളൊക്കെ എസ്കേപ്പ് ആകാം എന്ന് പറഞ്ഞ് അവൻ ഏഴു കൂട്ടമായി അങ്ങനെ മാറ്റി എന്ത് ചെയ്ത് എല്ലാം മാറ്റി തന്റെ സഹോദരൻ അടുക്കൽ അവനെ അയച്ച്, ജോലിക്കാരെ അയച്ച്. വായിച്ചോ 20-ാം വാക്യം. എന്തിനാണ് യാക്കോബ് അവനെ സമ്മാനം കൊണ്ട് ഒന്ന് ശാന്തമാക്കാം, അവനെ തൃപ്തിപ്പെടുത്താൽ ഞാൻ പോയി അവനെ കാണും എന്ന്, പക്ഷെ അവൻ എന്നോട് ദയ തോന്നുമായി ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 20-ാം വാക്യം. അവൻ എന്ത് ചെയ്ത് സമ്മാനം തന്റെ ജോലിക്കാരിൽ അയച്ചിട്ട് അവൻ അവന്റെ ഭാര്യ മക്കൾക്ക് ഇത് ചെയ്ത് കൂട്ടത്തോടെ അന്ന് രാത്രി അവർ പാർത്തു. ഓക്കെ, 22-ാം വാക്യം. അപ്പോൾ രാത്രി പാർക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് പിന്നെയും അവർക്ക് എന്തില്ല സ്വസ്ഥതയില്ല. ഉടനെ ഭാര്യമാരും മക്കളെയും അവൻ യാക്കോബ് കടത്തിയിട്ടാണ് 23-ാം വാക്യത്തിൽ പറയാം. അങ്ങനെ ഇത് ചെയ്ത് അവൻ അവരെ കൂട്ടി അക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. താൻ ഭയത്തിന്റെ എന്താണ് ഇതെല്ലാം ചെയ്തിട്ടും അവർക്ക് എന്തില്ല, സ്വസ്ഥത സമാധാനമില്ല. അതുകൊണ്ട് തന്റെ ഭാര്യമാരെയും മക്കളെയും യാക്കോബിന്റെ കടവ് കടത്തിട്ട് അവൻ തനിയെ ശേഷിച്ചു. എന്തിനു വേണ്ടി? 24-ാം വാക്യം. മരണത്തിന്റെ ഭീതിയിൽ ആയിരിക്കുന്ന യാക്കോബ് ദൈവദൂതനോട് മല്ലു പിടിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചോദിക്കണം? എന്റെ യേശാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെല്ലാം ചോദിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുക. ഭയത്തിന്റെ വക്കിൽ ആയിരിക്കുന്ന യാക്കോബ് എന്ത് ചെയ്ത് ദൂതനോട് മല്ലു പിടിച്ചപ്പോൾ അവൻ ദൂതന്റെ അടുക്കൽ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. എന്താണ്? എന്റെ സഹോദരനെ എതിരേൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് അവൻ ചോദിക്കണം. പക്ഷെ ചോദിച്ചു, അവൻ എന്താണ് ചോദിച്ചത്? നീ എന്നെ അനുഗ്രഹിക്കതല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് അവൻ ഭയത്തിന്റെ വക്തക്ക് മനുഷ്യൻ ദൂതനെ കണ്ടപ്പോൾ ദൂതൻ ചോദിക്കുന്നത്, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എന്നെ വിടുകയില്ല. എന്തുകൊണ്ട് യാക്കോബ് ഇത് ചോദിച്ചത്? എന്തുകൊണ്ടാണ് യാക്കോബ് ഇത് ചോദിക്കാതെ? നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് ദൂതനോട് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഭയത്തിന്റെ വക്കിലാണ്, തന്റെ സഹോദരൻ വരാൻ പോണ്, അവൻ എന്നെ കൊല്ലുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തിന്റെ അടുക്കൽ നീ എന്നെ അനുഗ്രഹിക്കണം, നിന്നെ അനുഗ്രഹിച്ചില്ല ഞാൻ വിടത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭയത്തിലുള്ള സമയത്ത് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക എങ്ങനെയായിരിക്കും? നിങ്ങൾ ഭയത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കും? നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ഭയത്തെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ആ സമയത്ത് നമ്മൾ ചോദിക്കും, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, ഞാൻ എന്നെ ഇവിടെ നമ്മൾ പറയും. ഭയത്തിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ വിട്ടുപോയാൽ മതി, ഈ പ്രശ്നം നമ്മൾ വിട്ട് മാറിയാൽ മതി. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, അതേക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ
ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഇവിടെ യാക്കോബ് പ്രാർത്ഥിച്ച്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കാതല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവം നമുക്ക് പലപ്പോഴും നമ്മൾ എന്താണ് നമ്മളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ച് കാണും, അല്ലെങ്കിൽ നമ്മളോട് ഇടപെട്ട് കാണും. പക്ഷെ ഇവിടെ നേരിട്ട് ദൈവം തന്നെ വന്നിട്ടുണ്ട്. ആ നേരിട്ട് ദൈവത്തിന്റെ അടുക്കൽ പ്രാപിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ അനുഗ്രഹത്തിൽ എന്തുണ്ട്? മമ്മി പറഞ്ഞത് എല്ലാം ഉണ്ട്. നമ്മുടെ ഭയം മാറും, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുൻപോട്ടുള്ള വഴി എല്ലാം ദൈവം നമുക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കും. ഞാൻ പറയട്ടെ, ഇത് പഴയ നിയമത്തിൽ അങ്ങനെ വന്ന് അവൻ എന്ത് ചെയ്തു? ആ ദൈവദൂതന്റെ കാല് അവൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, നിങ്ങൾ ഓർത്തോളണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നത് വാണം എന്നത് സിംഹാസനം, ഭൂമി അവന്റെ പാദപടിയാണ്. നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, എന്താണ്? ഞാൻ ദൈവത്തിന്റെ പാദപടിയാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ പാദപടി നമ്മൾ കിടക്കുന്നത്. യാക്കോബെ പോലെ അവന്റെ കാൽ നിങ്ങൾ ഇറുകെ പിടിക്കാം. ദൈവമേ, യാക്കോബ് കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എന്നെ വിടുകയില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ച് ദൈവത്തിന്റെ പാദം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടനെ കിട്ടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താണ്? ദൈവം സ്വർഗത്തിലുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന സ്വർഗത്തിൽ പോയി കേട്ട് ഉത്തരം വരട്ടോ എന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തില്ല, ഒരു ശക്തിയില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ തന്നെ അവന്റെ പാദത്തിൽ മുട്ടുകുത്തുന്നത്. ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം, എന്റെ കർത്താവ് എന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം. അവൻ എന്തിനു വേണ്ടി തന്റെ ജീവനെ കർത്താവ് യാഗമായി നൽകിയത്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ്. തന്റെ ജീവനെ കർത്താവ് നമുക്ക് നൽകിയെങ്കിൽ ഈ ഭൂമി നാം കഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമോ? ദൈവത്തിന്റെ മക്കൾ കഷ്ടപ്പെടണം ദൈവം ആഗ്രഹിക്കുമോ? ഇല്ല. പക്ഷെ ആഗ്രഹിക്കുന്ന ആരാണ്? വിശ്വാസം ആഗ്രഹിക്കും. നാം സ്വർഗത്തിൽ എത്താൻ പാടില്ലെന്ന് ആരാഗ്രഹിക്കും? വിശ്വാസം ആഗ്രഹിക്കും. പക്ഷെ ദൈവം ഈ ഭൂമിയിൽ സമൃദ്ധിയായി ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നാം അതിന് ചെയ്യണം. നാം നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ചിന്തകൾ മാറണം. എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞ നല്ല കാര്യം? എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കാണെങ്കിൽ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പാദപടിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അവന്റെ കാൽ പിടിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്ക്, കർത്താവേ അങ്ങനെ കാൽ ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒരിക്കൽ വിടത്തില്ല, എന്നെ അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ ദൈവസ്ഥാനിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു നോക്ക്, ദൈവം നിങ്ങൾ പ്രാർത്ഥന കേൾക്കും. വായിക്കാം, 26 വായിച്ചോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്? ദൈവദൂതൻ നിന്റെ പേർ എന്താകുമെന്ന് ചോദിച്ചപ്പോൾ അവൻ യാക്കോബ് എന്ന് പറഞ്ഞു. പക്ഷേ 28 വാക്യത്തിൽ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ മല്ലു പിടിച്ചെന്താണ്? അവൻ ജയിച്ച്. ആരുടെ ജയിച്ചത്? ദൈവത്തിന്റെ അടുക്കൽ അവൻ ജയിച്ച്. ദൈവം വളരെ ഉഷസാകുമ്പോൾ നാം പോകണം, നിന്നെ വിടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലാൻ പറഞ്ഞു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ദൈവം അവന്റെ പേര് ചോദിച്ചു, അവന്റെ പേര് മാറ്റപ്പെട്ടത്. എന്താണ്? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. 29 വാക്യത്തിൽ വരുമ്പോൾ നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞ് അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. അവൻ എന്താണ് ചോദിച്ചോ അവനെ ദൈവം അവനെ അനുഗ്രഹിച്ച് ദൈവം കടന്നുപോയി.